വാർത്തകൾ തുടരുന്നു. സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ ഗവർണറുടെ അധികാര പരിധികൾ ഉൾപ്പെടുത്തിയ പാഠപുസ്തകം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. 10ാം ക്ലാസ് സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകത്തിലാണ് ഗവർണറുടെ അധികാര പരിധികളെക്കുറിച്ച് പറയുന്നത്. ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണെന്നും യഥാർത്ഥ അധികാരം മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയ്ക്കാണെന്നും പാഠപുസ്തകത്തിൽ പറയുന്നു. ഈ അധ്യയന വർഷത്തിലെ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഗവർണറുടെ അധികാരപരിധികൾ ഉൾപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ SCERT വേണ്ട മാറ്റങ്ങൾ വരുത്തി പാഠപുസ്തകം പുറത്തിറക്കി. സാമൂഹ്യശാസ്ത്രം 2ാം ഭാഗത്തിൽ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠഭാഗത്തിലാണ് ഗവർണറുടെ അധികാരപരിധികൾ വിശദമായി വിവരിക്കുന്നത്. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളും അവകാശങ്ങളും പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച പാഠപുസ്തകങ്ങൾ അച്ചടി പൂർത്തിയാക്കി സ്കൂളുകളിൽ എത്തിക്കഴിയും. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നമ്മൾ ഓരോരുത്തരും വായിക്കേണ്ട പാഠഭാഗം കൂടിയാണിത്. ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ്. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയ്ക്കാണ്. ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ്. ഗവർണർ എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥാനമല്ല. 1983 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാരുകൾ ഗവർണർമാർ മുഖേന സംസ്ഥാനങ്ങളുടെ ഭരണഘടനാവകാശങ്ങളിൽ ഇടപെടുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലരുന്നു. ഗവർണറുടെ നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതിന്യായ, വിവേചനാധികാരങ്ങളും പാഠഭാഗത്തിലെ 4 പേജുകളിൽ വിശദമായി പറയുന്നു. അച്ചടി പൂർത്തിയാക്കി സ്കൂളുകളിലെത്തിയ പാഠപുസ്തകം വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും. മീഡിയ 1 തിരുവനന്തപുരം.